അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. തങ്ങളെ ശഫാഅത്തും തങ്ങളുടെ ഹൗദും തങ്ങളുടെ ജിവാറും ഒക്കെ ലഭിക്കാൻ ഈ സദസ്സ് അല്ലാഹു നിമിത്തമാക്കി തരട്ടെ. ശാരീരികമായി മാനസികമായി നമുക്കൊക്കെ ധാരാളം പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾക്കെല്ലാം അല്ലാഹു ഖൈറായ ആജിലായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസീലത്തുൽ ബുർദയിലെ 5-ാമത്തെ ഫസ്ലാണ് നമ്മൾ ചൊല്ലിയത്. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില മുഅ്ജിസത്തുകളാണ് ആ ഫസ്ലിൽ ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു പറയുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മുഅ്ജിസത്തുകൾ ധാരാളമുണ്ട്. കുറച്ചൊന്നുമല്ല, ധാരാളം. 3000-ലേറെ എന്നൊക്കെ ഇമാമുകൾ എണ്ണിയെന്ന് കാണാം. അപ്പൊ ആ മുഅ്ജിസത്തുകളുടെ കൂട്ടത്തിൽ പ്രത്യേകമായ ചില മുഅ്ജിസത്തുകൾ മഹാനവറുകൾ പദ്യരൂപത്തിലാക്കിയിരിക്കുകയാണ്. ജഅത് ലിദഅവതിഹി അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി. ജഅത് ലിദഅവതിഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചതിന് വേണ്ടി വന്നു. അൽ അശ്ജാറു മരങ്ങൾ വന്നു. എങ്ങനെ വന്നു? സാജിദതൻ സുജൂദ് ചെയ്യുന്ന സ്ഥിതിയിൽ വന്നു. വളരെ വിനയത്തോടെ താഴ്മയോടെ വന്നു. എങ്ങനെ വന്നു? തംശി ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി. കാൽപാദമില്ലാതെ തണ്ടിനുമേലിലായിട്ട് നബിതങ്ങൾ വിളിച്ചപ്പോൾ വൃക്ഷങ്ങൾ കടപുഴകി വന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ച ഒരു വലിയ അമാനുഷിക സംഭവമാണ്. ഒരാൾ വന്നു പറഞ്ഞു, നബിയേ, ആ നിൽക്കുന്ന മരമുണ്ടല്ലോ, അതിങ്ങ് വന്നാൽ ഞാൻ മുസ്ലിമാകാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വിളിക്കുന്നില്ല, നീ തന്നെ പോയി വിളിച്ചോ. മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് വരാനെന്ന് പറഞ്ഞോ. ഈ അഅറാബിയായ മനുഷ്യൻ ചെന്ന് പറഞ്ഞു. അപ്പോഴതാ ആ മരം കടപുഴകി വരുന്നു. ജഅത് ലിദഅവതിഹിൽ അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി. നടക്കാൻ കാൽപാദമില്ല, തണ്ടിനു മേലായിട്ട് നടന്നു വരുന്നു. ഇതുപോലെ തന്നെ അബൂജഹലിന്റെ മകനുണ്ടായിരുന്നു ഇക്രിമ. മുസ്ലിമാകാത്ത കാലത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നദിക്കരയിൽ നിൽക്കുന്നു, പുഴവക്കിന് നിൽക്കുന്നു. ഒരു നദിക്കരയിൽ ഇക്രിമ പറഞ്ഞു, മുഹമ്മദേ, ഈ നദിയുടെ മറുകരയിലുള്ള ആ വലിയ കല്ലുണ്ടല്ലോ, പാറക്കല്ല്, നീ അതിനെ ഇങ്ങ് വിളിച്ചാൽ ഈ വെള്ളത്തിലൂടെ മുങ്ങാതെ താഴാതെ നീ അതിങ്ങ് വരണം. അങ്ങനെ വന്നാൽ ഞാൻ മുസ്ലിമാകാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കരയിൽ നിന്ന് ആ കല്ലിനോട് അന്യം കാണിച്ചിങ്ങു വരാൻ. ആ കല്ലതാ ജലപ്പരപ്പിലൂടെ മുങ്ങാതെ താഴാതെ മന്ദം മന്ദം ഇങ്ങനെ വരുന്നു. പറഞ്ഞു, പോരാ, കല്ല് തിരിച്ചു പോകണം. നബി തങ്ങൾ കല്ലിനോട് തിരിച്ചു പോകാൻ പറഞ്ഞു. കല്ല് മുങ്ങിയില്ല, താഴ്ന്നില്ല, മറുകരയിലേക്ക് തിരിച്ചുപോയി. ഇക്രിമ മുസ്ലിമായി. ഇമാം റാസി എഴുതിയത് കാണാം. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല രീതിയിൽ സംഭവിച്ച മുഅ്ജിസത്താണ്. ആ മരത്തോട് ഇങ്ങ് വരാൻ പറയുമ്പോ ഇതുപോലെ തന്നെ കാണാം. യാത്രാമധ്യേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോകുന്നു. മറയായിട്ടൊന്നുമില്ല. നബി തങ്ങൾ 2 മരങ്ങളോട് ഇങ്ങ് വരാൻ പറഞ്ഞു. ആ മരങ്ങൾ ഇങ്ങ് വന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറയായി നിന്നു. ആവശ്യം കഴിഞ്ഞപ്പോ മടങ്ങി പോകാൻ പറഞ്ഞു. അവ തിരിച്ചുപോയി.
അവ വന്ന ആ രീതി ഇമാം ബുസീരി പറയുന്നത് കണ്ടോ, അന്നമാ സത്വറത് സത്വറൻ ലിമാ കതബത് ഫുറൂഉഹാ മിൻ ബദീഇൽ ഖത്ഇ ഫിൽ അഖമി. ആ വൃക്ഷങ്ങൾ ചിട്ടയോടെ അടുക്കത്തോടെ വന്നപ്പോൾ അതിന്റെ ആ ഇലകൾ ഇങ്ങനെ ഭൂമിയിലിട്ട് ഇങ്ങനെ വലിച്ചതുകൊണ്ട് സ്കെയിൽ വെച്ച് വരച്ചതുപോലെ വളവില്ലാത്ത വരകൾ കാണാം. നബി തങ്ങൾ വിളിച്ചപ്പോൾ വന്നതാണ് മിഥലൽ ഗമാമതി അൻ നസാറ സായിറതൻ തഖീഹി ഹറവതി സില്ലിൽ ഹജീരി ഹമീ. അടുത്ത വരിയിൽ പറയുന്നത്, പല യാത്രകളിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേഘം തണലിട്ട് കൊടുത്തിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹായെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് അവരെ ചരക്കുകളുമായിട്ട് നബി തങ്ങൾ കച്ചവടത്തിന് പോയിട്ടുണ്ട്. അന്ന് നബി തങ്ങളെ കൂടെ ഖദീജ റളിയല്ലാഹു അൻഹായുടെ ദാസനായ മൈസറത്തുണ്ട്. ആ യാത്രയിൽ മൈസറത്ത് കണ്ട സംഭവങ്ങൾ പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെയിലത്ത് നടക്കുമ്പോ നബി തങ്ങൾക്ക് വെയിലിന്റെ ചൂടേൽക്കുന്നില്ല. മേഘം തണല് വിരിക്കുന്നു. മിഥലൽ ഗമാമതി അൻ നസാറ സായിറാ. നബി തങ്ങൾ അങ്ങോട്ട് പോകുന്നു, മേഘം അങ്ങോട്ട് പോകുന്നു. നബി തങ്ങൾ എവിടെ നിന്നോ മേഘം എവിടെ നിൽക്കുന്നു. ആ യാത്രയിലുടനീളം കണ്ട കാഴ്ചയാണ്. കച്ചവടവും കഴിഞ്ഞ് വലിയ ലാഭവുമായി ഖദീജ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് വരുമ്പോ വീട്ടിന്റെ മട്ടുപ്പാവിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ ബീവി ഖദീജയും കാണുന്നു. മേഘങ്ങൾ തണലിട്ട് കൊടുക്കുന്നു. മിഥലൽ ഗമാമതി അൻ നസാറ സായിറതൻ തഖീഹി ഹറവതി സില്ലിൽ ഹജീരി ഹമീ. നട്ടുച്ച സമയത്ത് ചുട്ടുപഴുത്ത സൂര്യൻ അതിന്റെ ചൂടേൽക്കുന്നില്ല, താപം കൊള്ളുന്നില്ല. ഖസംതു ബിൽ ഖമരിൽ മുൻശഖ് ഇന്ന ലഹു മിൻ ഖൽബിഹി നിസ്ബതൻ മബ്റൂറത്തൽ ഖസമി. അടുത്ത വരിയിൽ പറയുന്നത് ചന്ദ്രൻ പിളർന്ന സംഭവമാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ ചില ശത്രുക്കൾ നിഷേധിച്ചപ്പോൾ അത്ഭുതം കാണിച്ചാൽ വിശ്വസിക്കാം. എന്ത് അത്ഭുതമാണ് കാണിക്കേണ്ടത്? ചന്ദ്രനെ രണ്ടായി പിളർത്തണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിളർത്തി കൊടുത്തു. തങ്ങളെ ഇച്ഛക്കനുസരിച്ച് റബ്ബ് പിളർത്തി കൊടുത്തു. ഇങ്ങനെയുള്ള മുഅ്ജിസാത്തുകൾ. പിന്നെയുള്ള വരിയിൽ എണ്ണുന്നത് എന്താണെന്നറിയോ? വമാ ഹവൽ ഖറുമിൻ ഖൈരിൻ വമിൻ കറമി വകുല്ലു തുർഫിൻ മിനൽ കുഫാരി അൻഹു അമീ. ഹിജ്റ വേളയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സുദ്ദീഖുൽ അക്ബർ തങ്ങളും പതിയിരുന്ന ഒളിച്ചിരുന്ന ഗുഹയില്ലേ, അതേത് ഗുഹയാണ്? തൗർ മലയിലെ ഗുഹ. ആ ഗുഹയിൽ നബി തങ്ങളും സുദ്ദീഖ് എന്നവരും ഒളിച്ചിരിക്കുകയാണ്. ശത്രുക്കൾ തെരഞ്ഞു തിരഞ്ഞ് തിരഞ്ഞ് നബി തങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ആ ഗുഹാമുഖത്തെത്തി. അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ എന്താണെന്നറിയുമോ? വന്നുൽ ഹമാമ വന്നുൽ അൻകബൂത അലാ ഖൈരിൽ ബരിയതി ലം തൻസുജ് വലം തഹുമീ. നബി തങ്ങളും സുദ്ദീഖ് എന്നവരും ഒളിച്ചിരിക്കുന്ന ഗുഹാമുഖത്ത് ഒരു ചിരന്തി വല കെട്ടിപ്പോയി. മാടപ്രാവ് മുട്ടയിട്ട് പോയി. ശത്രുക്കൾ തിരഞ്ഞ് തിരഞ്ഞ് ആ ഗുഹാമുഖത്ത് വരെ എത്തി. ഒരാൾ പറഞ്ഞു അത് അവിടെ ഗുഹ, അതിലുണ്ടാകും. ഒരാൾ പറഞ്ഞു ആ ചിരന്തി വല കണ്ടില്ലേ, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് കെട്ടിയ വലയാണത്. ഇവൻ പറയാ അതിന്റെ ഗുഹാമുഖത്ത് പ്രാവ് മുട്ടയിട്ടിരുന്നു. അതുകൊണ്ട് ആ ചിരന്തിയെ കൊല്ലാൻ പാടില്ല എന്നല്ലേ. നമ്മുടെ നാട്ടിലേക്ക് കാണുന്ന ചിരന്തിയെ കൊല്ലുക സുന്നത്താ. ചില ആൾക്കാര് ചിരന്തിയെ കൊല്ലാൻ പാടില്ല, അത്
ചിരന്തിയെ കൊല്ലാൻ പാടില്ല, ആ ചിരന്തിക്കാണ് ആ വിശേഷം. പിന്നെ മൂപ്പര ആ പരമ്പരയിൽ വന്ന ചിരന്തിക്കും, എല്ലാ ചിരന്തിക്കുമല്ല. മക്കയിലെ പ്രാവുകൾ അത് ഈ പ്രാവുകളുടെ പരമ്പരയിൽ പെട്ടതാണെന്നാണ് ചില പ്രാവുകൾ വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? നബിതങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രൊട്ടക്ഷനാണ്. ശത്രുക്കൾ ഇങ്ങനെ നിരനിരയായി വരികയാണ്. എവിടെ മുഹമ്മദ്? അവിടെ. അപ്പൊ നബിതങ്ങൾക്ക് അള്ളാഹു നൽകുന്ന സംരക്ഷണം വളരെ നിസ്സാരമായ ജീവിയെ കൊണ്ടാണ്. ചിരന്തി അവിടെ വല കെട്ടി. ഇന്ന ഔഹനൽ ബുയൂത്തിലെ ബൈത്തുൽ അൻകബൂത്ത് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ഏറ്റവും നിസ്സാരമായ വീട് എന്ന് പറഞ്ഞ ചിരന്തിയുടെ വീടല്ലേ. ഞൊടിച്ചാ പോകൂലേ? അപ്പൊ ആ ചിരന്തി വല കൊണ്ട ഏറ്റവും നിസ്സാരമായ സംഗതി കൊണ്ടാണ് അല്ലാഹു അവന്റെ ഹബീബിന് തണലൊരുക്കുന്നത്, കാവലൊരുക്കുന്നത്. മറ്റൊന്ന് ഈ പ്രാവവിടെ മുട്ടയിട്ടു. അതാണ് നബിതങ്ങൾ പാർക്കുന്ന ഗുഹാമുഖത്ത് ചിലന്തി വല കെട്ടുകയില്ല, പ്രാവ് മുട്ടയിട്ട് അടയിരിക്കുകയില്ല എന്നവർ ധരിച്ചുപോയി. പക്ഷേ അല്ലാഹുവിന്റെ സംരക്ഷണം അത് വലിയ പടയങ്കികൾ വേണ്ട, പിന്നെയോ വലിയ കോട്ടകളും വേണ്ട. ഏറ്റവും നിസ്സാരമായ ഈ ചിലന്തി വല കൊണ്ട് അള്ളാഹു സംരക്ഷണം കൊടുത്തു പറഞ്ഞാൽ അതാണ് അള്ളാഹുവിന്റെ കാവല് എന്ന് പറഞ്ഞാൽ. നമ്മൾ പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടുക? അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒന്നും ഒരു വിഷയമല്ല. നമ്മൾ പറയുന്നത് എങ്ങനെ പറയുന്നത് കഴിച്ചാൽ രക്ഷപ്പെടുക? നമ്മൾ ഒരിക്കലും നിനക്കാത്ത വഴിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വഴിയെന്ന് തോന്നുന്നു. അതാണ് അടുത്ത വരിയിൽ പറയുന്നു, കാലം എന്നെ ആക്രമിച്ചപ്പോഴെല്ലാം, പ്രയാസങ്ങൾ വന്നപ്പോഴെല്ലാം ഞാൻ നബി തങ്ങളോട് കാവൽ തേടിയിട്ടുണ്ട്. അപ്പോഴെല്ലാം വലിയ കാവൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രയാസങ്ങൾ വരുമ്പോൾ വിളിയാണ്, യാ റസൂലല്ലാഹ്, നബിയെ കാക്കണേ. നബി തങ്ങളെ സഹായം ഉറപ്പാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ സഫീന റളിയല്ലാഹു അൻഹു? സഫീന എന്ന് പേരല്ല, സഫീന എന്ന് പറഞ്ഞാൽ കപ്പലാണ്. മഹാനവറുകൾക്ക് ആ പേര് വരാൻ ഒരു കാരണമുണ്ട്. സ്വഹാബിയാണ്. ഒരു യാത്രയിൽ ഒരുപാട് ആളുകളെ ചരക്കുകൾ വഹിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് തന്റെ വിരിപ്പ് വിരിക്കാൻ പറഞ്ഞു. ആ വിരിപ്പിൽ എല്ലാവരും ചരക്കുകളും തങ്ങളിട്ടു. ആ ചരക്കുകളെല്ലാം സഫീന ചുമലിൽ ചുമന്നു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, മാ അൻത ഇല്ലാ സഫീന, നിങ്ങളൊരു കപ്പലാണ്. ആ സഫീന റളിയല്ലാഹു അൻഹു യാത്ര പോകുന്നു. കടലിലൂടെ കപ്പൽ വഴി യാത്ര ചെയ്യുകയാണ്. കടലിലൂടെ കപ്പലിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റടിച്ചു. ആ കൊടുങ്കാറ്റിൽ കപ്പലാടി ഉലഞ്ഞു. കപ്പൽ തകർന്നുപോയി. കപ്പലിന്റെ പലകകളൊക്കെ ഇളകി ചിന്നിച്ചിതറിപ്പോയി. ആ സമയത്ത് മഹാനായ സഫീന റളിയല്ലാഹു അൻഹു അടർന്നു പോന്ന ഒരു പലകയിൽ അള്ളിപ്പിടിച്ചു. കപ്പലിന്റെ ഒരു പലകയിൽ. ആ പലകയെ തിരമാല കൊണ്ടുപോയി എറിഞ്ഞത് ഒരു കൊടുമലത്തിലാണ്, കൊടും കാട്ടിൽ, ഒരു വലിയ കാട്ടിലാണ്. ചെന്നു നോക്കുമ്പോ ഇന്നാലില്ലാഹ്, ഒരു വലിയ സിംഹമതാ മുന്നിൽ. ഒരു വലിയ സിംഹം. എന്ത് ചെയ്യും? കാട്ടിലെ രാജാവല്ലേ സിംഹം. ഒരൊറ്റ വർത്തമാനം, അന സഫീനതു മൗലാ റസൂലില്ലാഹ്, ഞാൻ നബി തങ്ങളെ സേവകനായ സഫീനയാണ്. കടിച്ച് കുടയാൻ വേണ്ടി വരുന്ന സിംഹത്തോടാ പറയുന്നത്, അന സഫീന, ഞാൻ സഫീനയാണ്. മൗലാ റസൂലില്ലാഹ്, നബി തങ്ങളെ സേവകനായ സഫീനയാണ്. ഇതങ്ങ് കേട്ടപ്പോൾ കടിച്ചു കുടയാൻ വേണ്ടി വന്ന സിംഹം വളരെ താഴ്മയോടെ തല കുനിച്ചു.
എന്നിട്ട് എന്നെ അതിന്റെ തല കൊണ്ട് ഇങ്ങനെ തട്ടി 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 നേർവഴിയിലേക്ക് എത്തിച്ചു. സിംഹം പോകാൻ നേരത്ത് ഫഹംഹമാ, സിംഹമെന്ന് മുരണ്ടു, ശബ്ദമുണ്ടാക്കി. ഫവലന്തു അന്നഹു യുവദ്ദിഉനി, സിംഹം എന്നോട് യാത്ര പറയുകയാണെന്ന് ഞാൻ ധരിച്ചുപോയി. അത് ബുർദയിൽ തന്നെ പറയുന്നുണ്ട്, വമൻ തകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ ആജാമിഹാ തജ്മീ. ഒരാളുടെ സഹായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖാന്തിരമാണെങ്കിൽ കൊടുംവനത്തിൽ സിംഹത്തിന്റെ മുന്നിൽ പെട്ടാൽ വരെ അയാൾ പേടിക്കണം. ഞാൻ മുമ്പ് ഇവിടെ സ്വലാത്തിൽ പറഞ്ഞിരുന്നു, നബി തങ്ങളുമായിട്ടൊരു ബന്ധമുണ്ടാക്കി നിൽക്കണം. നബി തങ്ങളുടെ വഴിക്കാണ് നമ്മുടെ സഹായമെങ്കിൽ ഒരു ശുചാരി പേടിക്കണ്ട. ഓ മോളെ പറഞ്ഞു യാ റസൂലല്ലാഹ് ഒരു വിളി മതി. അപ്പൊ അതിന് ആ രീതിയിൽ നമ്മുടെ മഹബത്ത് എന്ത് ചെയ്യണം? വളരണം, ഉയരണം. അതാണ് ഈ വരിയിലേക്ക് ബുർദക്ക് നമ്മൾ ചൊല്ലണം. ബുർദക്ക് നമ്മൾ കാണാപ്പാടം പഠിക്കണം. ഞാനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബുർദ പഠിച്ചതാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 2007 സ്റ്റേറ്റ് സാഹിത്യോത്സവം മത്സരിക്കുമ്പോൾ സീനിയർ മലയാള പ്രസംഗത്തിൽ പാലക്കാട് ജില്ലയിൽ ഞാനാണ്. അപ്പൊ ഈ സ്റ്റേറ്റിൽ പ്രസംഗത്തിന് ഫസ്റ്റ് കിട്ടിയ ബുർദ പഠിച്ചോളാം മത്സരിച്ചു. ഫസ്റ്റ് കിട്ടി, സ്റ്റേറ്റ് ജേതാവൊക്കെയായി. ബുർദ പഠിച്ചു, ബുർദയുടെ അർത്ഥം പഠിച്ചു, ബുർദ ഞാൻ ക്ലാസ് കൊടുക്കലുണ്ട്. അപ്പൊ ആ ബുർദ ഇമാം ബുസീർ റളിയല്ലാഹു അൻഹു 5-ാമത്തെ ഫസ്ലിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ്. ആ ഗുഹയിൽ നബി തങ്ങളും സുദീഖത്തവരും കുളിച്ചിരുന്നപ്പോ ഏറ്റവും നിസ്സാരമായ ജീവിയെ കൊണ്ട് അല്ലാഹു കാവലിരുത്തി. ചിലന്തിവല. ചിലന്തിവല നജസല്ല, പക്ഷെ അത് മുസീബത്താണ്, നീക്കണം. എട്ടുകാലിവല തുടച്ച് നീക്കുവല അതേപോലെ നീക്കണം, നജസല്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹു ഒരുക്കിയ സംരക്ഷണം. അതാ ഇമാം മുസ്ലിം മാ സാമലിദഹു ദൈമൻ വസ്തജറതു ബിഹി ഇല്ലാ വലതു ജിബാറൻ മിൻ നബി കീർത്തനത്തിൽ ഞാൻ ചിന്താ തളച്ച മുതൽ നബിയന്റെ സേവകനായി ഞാൻ കണ്ടു സർവ്വതിലും. നബി കീർത്തനത്തിൽ ഞാൻ ചിന്താ തളച്ച മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രകീർത്തനത്തിൽ ഞാൻ ചിന്ത. ഇമാം മുസ്ലിം പറയാം, തങ്ങളെ പറ്റി മദ്ഹ് പറഞ്ഞു തുടങ്ങിയത് മുതൽ എല്ലാ വിഷയത്തിലും തങ്ങളെ സഹായമുണ്ട്, തങ്ങളെ കാവലുണ്ട്, തങ്ങളുടെ നോട്ടമുണ്ട്. 10 ഫസ്ലാണ്. അതിൽ 5-ാമത്തെ ഫസ്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകൾ, അമാനുഷിക സംഭവങ്ങൾ, അതാണ് വിശദീകരിക്കുന്നത്. സുദീഖത്തവരും അഷ്റഫുൽ ഖൽഖ് തങ്ങളും ആ ഗുഹയിൽ ഒളിച്ചിരുന്ന സമയത്ത് ഏറ്റവും നിസ്സാരമായ ചിലന്തിയുടെ വല കൊണ്ട് അല്ലാഹു സംരക്ഷണം ഒരുക്കി. ആ പ്രാവിന്റെ മുട്ട, പ്രാവ് അവിടെ മുട്ടയിട്ടപ്പോ രണ്ടാളുകൾ കരുതി ഇതിലൊരിക്കലും മുഹമ്മദ് ഉണ്ടാവൂല, ഇതിലൊരിക്കലും മുഹമ്മദ് ഉണ്ടാവൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ മദ്ഹ് നമ്മൾ പറഞ്ഞതിന്റെ കേട്ടതിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. തങ്ങളുടെ ശഫാഅത്തും തങ്ങളുടെ ഹൗനും തങ്ങളുടെ ജിവാറും ഒക്കെ ലഭിക്കാൻ നമ്മുടെ ഈ സദസ്സും ഈ മദ്ഹ് പറച്ചിലും ചൊല്ലലും ഒക്കെ അല്ലാഹു നിമിത്തമാക്കി തരുമാറാകട്ടെ.